ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? നമ്മുടെ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞു. ഇത് രണ്ടാമത്തെ ആഴ്ച തുടങ്ങുകയാണ്. ഓക്കെ, നല്ലതുപോലെ വായിക്കുക. ഓൺലൈൻ ക്ലാസ്സാണെന്ന് പറഞ്ഞ് ഉഴപ്പണ്ട. നോട്ടുകൾ തയ്യാറാക്കുക, പുസ്തകങ്ങൾ കളക്ട് ചെയ്യുക. പുതിയ പുസ്തകങ്ങൾ യൂണിവേഴ്സിറ്റി ഇറങ്ങിയിട്ടില്ലെന്നാണ് അന്വേഷിച്ച് പറഞ്ഞത്. പഴയ പുസ്തകം വാങ്ങുക. അതിൽ രണ്ടാമത്തെ ചാപ്റ്ററിൽ മാറ്റമുണ്ട്. ബാക്കിയെല്ലാം ഏകദേശം സെയിം ആണ്. സിലബസ് നോക്കി പുസ്തകം നോക്കി അത് വായിച്ച് നോട്ടുകൾ തയ്യാറാക്കി വെക്കുക. ഓക്കെ, നോട്ടുകൾ തയ്യാറാക്കി വെച്ചാലേ പിന്നീട് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ അത്യാവശ്യമുള്ളവർ അടുത്തുള്ള ലൈബ്രറിയിൽ പോയിട്ട് ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ പുസ്തകങ്ങൾ കളക്ട് ചെയ്ത് വായിക്കുക. ഓക്കെ, എന്തായാലും പഠനത്തിൽ പിന്നോട്ട് പോകണ്ട. സ്റ്റേ സേഫ്. അതുപോലെ തന്നെ ആ സേഫ്റ്റിയോടൊപ്പം തന്നെ നിങ്ങൾ പഠിക്കുകയോടെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിൻ്റെ ലാസ്റ്റ് ക്ലാസ് വി ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് ദ ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് ദ different instruments dealing in the capital market. We already completed equity shares. Okay, equity shares, അതിൻ്റെ ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജസ് പഠിച്ചു. അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർസ്, ഫീച്ചേഴ്സ്, ക്ലാസിഫിക്കേഷൻ, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് എബൌട്ട് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചേഴ്സിൻ്റെ മലയാളം എന്താ? കടപ്പത്രം അല്ലേ? കടപ്പത്രം. ഇറ്റ്സ് എ ഡിബഞ്ചറിൻ്റെ പേരിൽ തന്നെ ഉണ്ട്. ഇറ്റ്സ് എ ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇതൊരു ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് ഡിബഞ്ചർ. ഓക്കെ, എന്താണ് നമുക്ക് നോക്കാം. Debenture is an instrument under the seal of a company evidencing a debt. കമ്പനിയുടെ സീലിലുള്ള കടത്തിൻ്റെ തെളിവാണ് ഈ ഡിബഞ്ചർ എന്നുള്ളത് അല്ലേ? കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ് അല്ലേ? കമ്പനി മറ്റൊരാളിൽ നിന്ന് കടം വാങ്ങുമ്പോൾ കൊടുക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ഇത് ഡിബഞ്ചർ. ദ എസൻസ് ഓഫ് ഡിബഞ്ചർ ഈസ് അഡ്മിഷൻ ഓഫ് ഇൻഡെപ്റ്റ്നെസ് അല്ലേ? കമ്പനി കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ എവിഡൻസ് ആണ്, എസൻസ് ആണ് ഈ ഡിബഞ്ചർ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഇഷ്യൂഡ് ബൈ എ കമ്പനി വിത്ത് എ പ്രോമിസ് ടു പേ ഇൻട്രസ്റ്റ് ആൻഡ് റീപേ ദ പ്രിൻസിപ്പൽ ഓൺ മെച്യൂരിറ്റി അല്ലേ? കമ്പനി കൃത്യമായ സമയത്ത് അല്ലെ കൃത്യമായ പലിശയും അതുപോലെ തന്നെ മുതലും ആ പ്രിൻസിപ്പൽ എമൗണ്ട് കൃത്യമായി ഇത്ര വർഷം കഴിയുമ്പോൾ തിരിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് റീപേ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്, ഡെറ്റ് ഇൻസ്ട്രുമെൻ്റാണ് ഡിബഞ്ചർ. ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആർ creditors of the company. Equity holders are owners of the company. According to Section 212 of the Indian Companies Act of 1956 states, the debenture include debenture stock, bonds and other securities of a company. അല്ലേ? സാധാരണയായിട്ട് ഡിബഞ്ചേഴ്സിനെ ഡിബഞ്ചർ സ്റ്റോക്ക് എന്നും ബോണ്ട് എന്നും അറിയപ്പെടുന്നു. പ്രൈവറ്റ് കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചേഴ്സിനെ നമ്മൾ ഡിബഞ്ചർ ബോണ്ട് എന്നും ഡിബഞ്ചർ സ്റ്റോക്ക് എന്നും വിളിക്കുന്നുണ്ട്. ഇറ്റ്സ് എ കസ്റ്റമറി to appoint a trustee, usually an investment bank, to protect the interest of the debenture holders. സാധാരണയായിട്ട് കമ്പനികൾ ഒരു ട്രസ്റ്റി അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട്. യൂഷ്വലി ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് സാധാരണ ഒരു ബാങ്ക് ആയിരിക്കും. ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്, അവരുടെ നിക്ഷേപം പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു ട്രസ്റ്റിയെ സാധാരണയായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാറുണ്ട്. ദിസ് ഈസ് നെസസറി ആസ് ഡിബഞ്ചർ റീഡ് വുഡ് സ്പെസിഫൈ ദ റൈറ്റ്സ് ഓഫ് ദ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആൻഡ് ദ ഒബ്ലിഗേഷൻസ് ഓഫ് ദ കമ്പനി. സാധാരണ ഡിബഞ്ചർ ഇൻസ്ട്രുമെൻറ്റിനകത്ത് വ്യക്തമായി ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റും അവരുടെ ഡിബഞ്ചർ ഡീഡിനകത്ത് കൃത്യമായി സ്പെസിഫൈ ചെയ്ത റൈറ്റ്സ് ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്, അതുപോലെ തന്നെ ദ ഒബ്ലിഗേഷൻ ഓഫ് എ കമ്പനി. ഓക്കെ, നെക്സ്റ്റ് നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഡിബഞ്ചർ. ഏതൊക്കെ തരത്തിലുള്ള ഡിബഞ്ചേഴ്സാണ് ഉള്ളതെന്നാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പ്രധാനമായിട്ട് നമ്മൾ 7 ക്ലാസിഫൈ ചെയ്യുന്നത്. സെക്യൂർഡ് ഡിബഞ്ചർ എന്നും അൺസെക്യൂർഡ് ഡിബഞ്ചർ, ബിയർ ഡിബഞ്ചർ, രജിസ്റ്റേർഡ് ഡിബഞ്ചർ, റെഡീമബിൾ ഡിബഞ്ചർ, കൺവെർട്ടബിൾ ആൻഡ് നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ. ഇങ്ങനെ 7 തരത്തിൽ തിരിക്കുന്നുണ്ട് അല്ലേ? സെക്യൂർഡ് എന്ന് പറയുമ്പോൾ സെക്യൂർഡാണ്, കുറച്ച് സുരക്ഷിതത്വമാണ്. അപ്പോൾ മറ്റേത് അൺസെക്യൂർഡ്, ബിയർ ഡിബഞ്ചർ, രജിസ്റ്റേർഡ് ഡിബഞ്ചർ. ഓക്കെ, റെഡീമബിൾ, കൺവെർട്ടബിൾ, നോൺ കൺവെർട്ടബിൾ. ഓക്കെ, നിങ്ങളിത് +2 പഠിച്ചു കാണും. എന്നിരുന്നാലും സിലബസിലുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങളുടെ നോളജ് ഒന്ന് ബ്രഷപ്പ് ചെയ്ത് വയ്ക്കുക. എന്താണ് സെക്യൂർഡ് ഡിബഞ്ചർ? സെക്യൂർഡ് ഡിബഞ്ചർ അല്ലേ? പേരിൽ തന്നെ ഒരു സെക്യൂരിറ്റി ഉണ്ട് അല്ലേ? അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ഡിബഞ്ചർ ഹോൾഡേഴ്സിന്, ഇത്തരത്തിലുള്ള ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എന്തുണ്ടായിരിക്കും? ഒരു സുരക്ഷിതത്വം ഉണ്ടായിരിക്കും. ഡിബഞ്ചേഴ്സ് വിച്ച് ക്രിയേറ്റ് എ ചാർജ് ഓൺ ദ പ്രോപ്പർട്ടി ഓഫ് ദ കമ്പനീസ് എ സെക്യൂർഡ് ഡിബഞ്ചർ അല്ലേ? കമ്പനിയുടെ അസറ്റിനകത്തൊരു സെക്യൂരിറ്റി കൊടുത്തുകൊണ്ട് ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറാണ്. അതായത് കമ്പനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു അസറ്റിൻ്റെ സുരക്ഷിതത്വം ആർക്കൊണ്ട് ഡിബഞ്ചർ ഹോൾഡേഴ്സിനുണ്ട്. ദാറ്റ് സെഡ് ബി എ സെക്യൂർഡ് ഡിബഞ്ചർ വിച്ച് ക്രിയേറ്റ് എ ചാർജ് ഓൺ ദ അസറ്റ്സ് ഓഫ് എ കമ്പനി ഓർ പ്രോപ്പർട്ടി ഓഫ് ദ കമ്പനി. ദ ചാർജ് മേ ബി ഫ്ലോട്ടിംഗ് ഓർ ഫിക്സഡ് ചാർജ്. ഒന്നുകിൽ എല്ലാ അസറ്റുകളിലും ഉള്ള ഏത് അസറ്റ് എന്ന് പറയുന്നില്ല, മൊത്തത്തിലുള്ള അസറ്റിലൊരു ചാർജ് ആയിരിക്കും, അല്ലെങ്കിൽ ഇന്ന ലാൻഡിൻ്റെ പുറത്ത്, അല്ലെങ്കിൽ ഇന്ന മെഷീനറിയുടെ പുറത്ത്, അങ്ങനെ ഒരു സ്പെസിഫിക് ഫിക്സഡ് അസറ്റിൻ്റെ പുറത്തുള്ള ചാർജ് ആയിരിക്കാം.
ഓക്കെ. എന്നാൽ ബട്ട് വെൻ ദ കമ്പനി ഗോസ് ഇൻ ടു ലിക്വിഡേഷൻ ദ ചാർജ് ഇസ് ഫിക്സഡ് ചാർജ് അല്ലെ. ഫ്ലോട്ടിംഗ് ചാർജ് എന്ന് പറഞ്ഞിരുന്നാലും ലിക്വിഡേഷൻ സമയത്ത് ഇൻ അസറ്റ് വിൽക്കുമ്പോഴാണ് കമ്പനിയുടെ ഡിബഞ്ചറിൻ്റെ ലൈബിലിറ്റി എന്താണ് ഡിസ്ചാർജ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരിക്കും. ഓക്കെ. നെക്സ്റ്റ്, ഫിക്സഡ് ചാർജ് ഡിബഞ്ചേഴ്സ് ആർ ദോസ് വേർ സ്പെസിഫിക് അസറ്റ്സ് ഓർ ഗ്രൂപ്പ് ഓഫ് അസറ്റ് ഇസ് പ്ലെഡ്ജ്ഡ് ആസ് എ സെക്യൂരിറ്റി. അവിടെ ഫിക്സഡ് ചാർജ് ഡിബഞ്ചർ ആണെങ്കിൽ എന്താണ് പറയുന്നത്, ഒരു ഏതെങ്കിലും പർട്ടിക്കുലർ അസറ്റ് ആയിരിക്കും എന്തിനാ ഡിബഞ്ചറിൻ്റെ മുകളിൽ ഡിബഞ്ചറിന് വേണ്ടി പ്ലെഡ്ജ് ചെയ്തിരിക്കുന്നത് അല്ലേ. അതിനെയാണ് ഫിക്സഡ് ചാർജ് ഡിബഞ്ചർ എന്നറിയപ്പെടുന്നത് അല്ലേ. ഡീറ്റെയിൽസ് ഓഫ് ദീസ് ചാർജസ് ആർ ടു ബി മെൻഷൻ ദ ട്രസ്റ്റ് ഡീഡ് അല്ലേ. ഡിബഞ്ചർ ഡോക്യുമെൻറ്റിനകത്ത് കൃത്യമായി ഏത് അസറ്റിൻ്റെ മുകളിലാണ് എന്താണ് ഈ ഡിബഞ്ചർ പ്ലെഡ്ജ് ചെയ്തിരിക്കുന്നത് പറഞ്ഞിരിക്കും. അത്തരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റ്, അത്തരത്തിലുള്ള ഡിബഞ്ചേഴ്സിനാണ് നമ്മൾ സെക്യൂർഡ് ഡിബഞ്ചർ അല്ലെങ്കിൽ കുറച്ച് സുരക്ഷിതത്വമുള്ള ഡിബഞ്ചർ എന്നറിയപ്പെടുന്നത് സെക്യൂർഡ്. അതിൻ്റെ ഓപ്പോസിറ്റാണ് അൺസെക്യൂർഡ് ഡിബഞ്ചർ അല്ലേ. ദീസ് ആർ നോട്ട് പ്രൊട്ടക്റ്റഡ് ത്രൂ എനി ചാർജ് ബൈ എനി പ്രോപ്പർട്ടി ഓർ അസറ്റ്സ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ഏതെങ്കിലും അസറ്റിലോ പ്രോപ്പർട്ടിയിലോ ഒരു പ്രത്യേക ചാർജ് ഇല്ലാത്ത ഡിബഞ്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അൺസെക്യൂർഡ് ഡിബഞ്ചർ എന്ന് വിളിക്കുന്നത്. ദേ ആർ ഓൾസോ നോൺ ആസ് എന്താണ് അതിനെ വിളിക്കുന്നത്, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നേക്കഡ് ഡിബഞ്ചർ അല്ലെ. നേക്കഡ് ഡിബഞ്ചർ ഇസ് നോ സെക്യൂരിറ്റി, അതുകൊണ്ടാണ് ഇതിനെ നേക്കഡ് ഡിബഞ്ചേഴ്സ് എന്നറിയപ്പെടുന്നത്. വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് ക്രെഡിറ്റ് വർത്ത് കമ്പനീസ് ക്യാൻ ഇഷ്യൂ സച്ച് ഡിബഞ്ചേഴ്സ്. നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ക്രെഡിറ്റ് വർത്തിയായിട്ടുള്ള കമ്പനികളാണ് എന്ത് സാധാരണയായിട്ട് ഇഷ്യൂ ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള അൺസെക്യൂർഡ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത് അല്ലേ. എന്നാൽ മാത്രമേ ആൾക്കാർ വാങ്ങാറുള്ളൂ. അല്ലാതെ എന്താണ് ക്രെഡിറ്റ് വർത്തിനെസ് ഇല്ലാത്ത കമ്പനികൾ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ സെക്യൂരിറ്റി ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആവശ്യപ്പെടും. എന്നാൽ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന അൺസെക്യൂർഡ് കമ്പനികൾക്കാണെങ്കിൽ അൺസെക്യൂർഡ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്താലും അതിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഗ്യാരണ്ടി ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വലിയ കമ്പനികളായിരിക്കും എന്ത് ഇറക്കുന്നത്, അൺസെക്യൂർഡ് ഡിബഞ്ചേഴ്സ് ഇറക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ്, ബിയറഡ് ഡിബഞ്ചേഴ്സ്. എന്താണ് ബിയറഡ് ഡിബഞ്ചേഴ്സ്? കൈമാറ്റം ചെയ്യാം, ഫ്രീ ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഡിബഞ്ചറാണ് ബിയറഡ് ഡിബഞ്ചർ. ആളുടെ പേരൊന്നും പ്രത്യേകിച്ച് അതിനകത്ത് എഴുതുന്നില്ല. ആരുടെ കയ്യിലാണോ ഡിബഞ്ചർ ഇരിക്കുന്നത് അയാൾക്ക് കാലയളവ്, ആ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് സമയത്ത് ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത് അയാൾക്ക് ഇൻട്രസ്റ്റ് കൈപ്പറ്റാം, അയാൾക്ക് മറ്റൊരാൾക്ക് ഡിബഞ്ചർ ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും. അതിനെയാണ് നമ്മളെന്ത് വിളിക്കുന്നത്, ബിയറർ ഡിബഞ്ചേഴ്സ്. ബിയറർ ഡിബഞ്ചേഴ്സ് ആർ പേയബിൾ ടു ബിയറർ ആൻഡ് ആർ ട്രാൻസ്ഫർഡ് ബൈ മിയർ ഡെലിവറി. വെറുതെ കൈമാറ്റം ചെയ്തു പോകാം. ഇൻട്രസ്റ്റ് കൂപ്പൺസ് ആർ അറ്റാച്ച്ഡ് ടു ദ സർട്ടിഫിക്കറ്റ്. ആ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് അതിനകത്ത് ഇൻട്രസ്റ്റ് കൂപ്പൺ വെച്ചിരിക്കും. ആ ഇൻട്രസ്റ്റ് ഡേറ്റ് അപ്രോച്ച് ഇൻട്രസ്റ്റ് ഡേറ്റ് എത്തുന്ന സമയത്ത് ദ അപ്രോപ്രിയേറ്റ് കൂപ്പൺ ഈസ് ക്ലിപ്ഡ് ഓഫ് ബൈ ദ ഹോൾഡർ ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് ആൻഡ് ഡെപ്പോസിറ്റ് ഇൻ ഹിസ് ബാങ്ക് ഫോർ കളക്ഷൻ. എന്നിട്ട് ആ കൂപ്പൺ, ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ കൂപ്പൺ അതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തെടുത്തിട്ട് അത് ബാങ്കിൽ കൊടുത്ത് കളക്ഷൻ കൊടുത്തിട്ട് ആരാണോ ആ സമയത്ത് ഡിബഞ്ചർ ബിയർ ചെയ്യുന്നത്, ആരാണോ ആ സമയത്ത് ഡിബഞ്ചർ ഹോൾഡ് ചെയ്യുന്നത് അയാൾക്ക് ആ ഇൻട്രസ്റ്റ് കിട്ടും. ദ ബാങ്ക് മേ ഫോർവേഡ് ഇറ്റ് ടു ദ ഫിസിക്കൽ ഏജൻറ്റ് ഓഫ് ദ കമ്പനി. ബാങ്കിൻ്റെ നമ്മൾ കളക്ഷൻ കൊടുക്കുന്നു, ബാങ്ക് അത് കമ്പനിയുടെ ഫിനാൻഷ്യൽ ഏജൻറ്റിന്, ഫിസിക്കൽ ഏജൻറ്റിന്, പൈസ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഏജൻറ്റിന് അയച്ചു കൊടുക്കുന്നു. അതിൻ്റെ പ്രൊസീഡ്സ് കളക്ട് ചെയ്യുന്നു. സച്ച് ബോൺസ് ആർ നെഗോഷ്യബിൾ അല്ലേ. പ്രൊസീഡ്സ് കളക്ട് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്നു അല്ലേ. അങ്ങനെ ഇത്തരത്തിലുള്ള ഡിബഞ്ചേഴ്സ്, ബിയറഡ് ഡിബഞ്ചേഴ്സ് ആർ ഫ്രീലി ട്രാൻസ്ഫറബിൾ, ആർ നെഗോഷ്യബിൾ ബൈ ഡെലിവറി. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് നമുക്ക് എളുപ്പത്തിൽ കൈമാറാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് രജിസ്റ്റേർഡ് ഡിബഞ്ചർ അല്ലേ. എന്താണ് രജിസ്റ്റേർഡ് ഡിബഞ്ചർ? ഇൻ ദിസ് കേസ് ഓഫ് രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സ് ദ നൈംസ് ആൻഡ് അഡ്രസ് ഓഫ് ദ ഹോൾഡർ ഓഫ് ദ ആൻഡ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ആർ എൻറ്റേർഡ് ഇൻ ദ ബുക്സ് കെപ്റ്റ് ബൈ ദ കമ്പനി. പേരും അഡ്രസ്സും എല്ലാം കൃത്യമായി ബുക്കിനകത്ത് രജിസ്റ്റർ ചെയ്ത് ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറിൻ്റെ സർട്ടിഫിക്കറ്റിനകത്ത് കൃത്യമായി ആളുടെ പേരും കാര്യങ്ങളെല്ലാം കൃത്യമായി മെൻഷൻ ചെയ്ത് ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറാണ് രജിസ്റ്റേർഡ് ഡിബഞ്ചർ. ദ ഹോൾഡർ ഓഫ് സച്ച് ഡിബഞ്ചർ ഹാസ് നത്തിങ് ടു ഡു എക്സെപ്റ്റ് ടു വെയിറ്റ് ഫോർ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്. ഇത് കൈമാറ്റം ചെയ്യാൻ പറ്റില്ല. ഇത്തരത്തിലുള്ള ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് വരെ വെയിറ്റ് ചെയ്യണം, എന്നിട്ട് അവർക്ക് വാങ്ങാം. വിച്ച് ഈസ് ഓട്ടോമാറ്റിക്കലി സെൻഡ് ഹിം ഓൺ എവറി പേയ്മെൻറ്റ് ഡേറ്റ് അല്ലേ. അയാൾ വെയിറ്റ് ചെയ്താൽ മതി, അയാളുടെ അഡ്രസ്സിലേക്ക് ഇൻട്രസ്റ്റ് റേറ്റ് പോയിക്കൊണ്ടേയിരിക്കും. വെൻ സച്ച് ഡിബഞ്ചേഴ്സ് ആർ രജിസ്റ്റേർഡ് ആസ് ദ പ്രിൻസിപ്പിൾ ഓൺലി. എന്നാൽ ഇത്തരത്തിലുള്ള രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സ് പ്രിൻസിപ്പിൾസ് എമൗണ്ടിന് മാത്രം ആണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എങ്കിൽ ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റ് കൂപ്പൺ നമുക്ക് ഡിറ്റാച്ച് ചെയ്യാം. അതിന് അറ്റാച്ച് ചെയ്ത ഇൻട്രസ്റ്റ് കൂപ്പൺ നമുക്ക് ഇളക്കിയെടുക്കാം. ദ ഹോൾഡർ മസ്റ്റ് ഡിസ്റ്റാച്ച് ദ കൂപ്പൺസ് ഫോർ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ആൻഡ് കളക്ട് ദം ആസ് ഇൻ ദ കേസ് ഓഫ് ബിയറഡ് ഡിബഞ്ചർ അല്ലേ. ഇപ്പോൾ രജിസ്റ്റേർഡ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അത് ആ കൂപ്പൺ മറ്റൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്കും ഇൻട്രസ്റ്റ് കളക്ട് ചെയ്യാം. ബിക്കോസ് ദ ഡിബഞ്ചർ ഈസ് രജിസ്റ്റേർഡ് അപ് ടു ദ പ്രിൻസിപ്പൽ എമൗണ്ട് ഓൺലി. ഇൻട്രസ്റ്റ് എമൗണ്ട് പ്രിൻസിപ്പലിലൂടെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെങ്കിൽ ആ രജിസ്റ്റേർഡ് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ ആ എമൗണ്ട് കൈപ്പറ്റാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, മറ്റൊരാൾക്ക് ഇൻട്രസ്റ്റിന് വേണ്ടി ഡിറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ, റിഡീമബിൾ ഡിബഞ്ചേഴ്സ്. വെൻ ദ ഡിബഞ്ചേഴ്സ് ആർ റിഡീമബിൾ ദ കമ്പനി ഹാസ് ദ റൈറ്റ് ടു കാൾ ദം ബിഫോർ മെച്യൂരിറ്റി. റിഡീമബിൾ ഡിബഞ്ചർ ആണെങ്കിലോ മെച്യൂരിറ്റി കാലയളവിന് മുമ്പ് തന്നെ അത് റിഡീം ചെയ്യാം അല്ലേ. വിളിച്ചിട്ട് അതിൻ്റെ പൈസ തിരിച്ചു കൊടുക്കാം. അതാണ് റിഡീമബിൾ ഡിബഞ്ചേഴ്സ്.
ഇത്രവരെ കാത്തിരിക്കണമെന്നില്ല. റിഡീമബിൾ ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് ഡിബഞ്ചേഴ്സ് ക്യാൻ പെയ്ഡ് ഓഫ് ബിഫോർ മെച്യൂരിറ്റി ഇഫ് ദ കമ്പനി ക്യാൻ അഫോർഡ് ടു ഡു സോ. കമ്പനിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമെങ്കിൽ, സാമ്പത്തികപരമായ കമ്പനിക്ക് പറ്റുമെങ്കിൽ അത്തരത്തിലുള്ള ഡിബഞ്ചേഴ്സിനെ മെച്യൂരിറ്റിക്ക് മുമ്പ് തന്നെ കൊടുത്തു തീർക്കാം. എന്നിട്ട് റിഡംഷൻ ക്യാൻ ഓൾസോ ബി ബ്രോട്ട് അബൌട്ട് ബൈ ഇഷ്യൂവിങ് അതർ സെക്യൂരിറ്റീസ് ലെസ് കോസ്റ്റ്ലി ടു ദ കമ്പനിക്ക് കുറച്ചുകൂടെ ചിലവ് കുറഞ്ഞ മറ്റൊരു ഇൻസ്ട്രുമെൻറ്റിലൂടെ എന്താണ് ആവശ്യത്തിനുള്ള പൈസ കളക്ട് ചെയ്യുകയും ചെയ്യും അല്ലേ. ഇഫ് ദ കമ്പനി ഫീൽസ് ദാറ്റ് ദ കോസ്റ്റ് ഓഫ് ഡിബഞ്ചർ ഈസ് ഹൈ, then the company can, in the case of redeemable debenture, the company can redeem the debentures and fresh issue another securities which is less costly to the company in the place of old ones അല്ലേ. പഴയതിൻ്റെ സ്ഥാനത്ത് പുതിയത് കുറച്ചുകൂടെ ചിലവ് കുറഞ്ഞതിനെ ഇഷ്യൂ ചെയ്യാൻ പറ്റും. ദാറ്റ്സ് ടു ബി redeemable debentures. Next one, convertible debentures. When an option is given to convert debentures into equity shares after a specific period, they are called convertible debentures അല്ലേ. ഒരു നിശ്ചിത പീരീഡ് കഴിയുമ്പോൾ ഇക്വിറ്റി ആക്കി മാറ്റാനുള്ള എന്താണ് ഒരു ഫീച്ചറുണ്ട്, ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഡിബഞ്ചേഴ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ് വിത്ത് ഡിറ്റാച്ചബിൾ ഇക്വിറ്റി വാറൻറ്റ്സ്. ദ ഹോൾഡേഴ്സ് ഓഫ് സച്ച് ഡിബഞ്ചേഴ്സ് ക്യാൻ ബൈ സ്പെസിഫിക് നമ്പർ ഓഫ് ഷെയർസ് ഫ്രം ദ കമ്പനി അറ്റ് എ പ്രീഡിറ്റർ. അപ്പോൾ ഇവിടെ കൺവെർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇൻ ദ കേസ് ഓഫ് എ ഡിറ്റാച്ചബിൾ ഇക്വിറ്റി വാറൻറ്റ് ഉണ്ടെങ്കിൽ മുൻകൂട്ടി നിശ്ചയിച്ച വിലയ്ക്ക് ഇത്തരത്തിലുള്ള ഡിബഞ്ചർ ഹോൾഡേഴ്സിന് മുൻകൂട്ടി പറഞ്ഞ വിലയ്ക്ക് ഒരു നിശ്ചിത എണ്ണം ഇക്വിറ്റി ഷെയർ കൈപ്പറ്റുവാനുള്ള അവകാശമുണ്ടായിരിക്കും. ദ ഹോൾഡർ ഓഫ് സച്ച് ഡിബഞ്ചേഴ്സ് ക്യാൻ ബൈ എ സ്പെസിഫൈഡ് നമ്പർ ഓഫ് ഷെയർസ് ഫ്രം ദ കമ്പനി അറ്റ് എ പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസ് അല്ലേ. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഹാവിങ് ദ ഫീച്ചർ ഓഫ് കൺവെർട്ടിങ് ഇൻ ടു ഇക്വിറ്റി ഷെയർസ്. ബട്ട് ദേ ഹാവ് ആൻ അഡ്വാൻറ്റേജ് ഓഫ് ബൈയിങ് a specific number of equity shares at a predetermined price from the company. The option can be exercised only after a specific period. ഇത്ര വർഷം കഴിഞ്ഞാലേ, ഒരു നിശ്ചിത പീരീഡ് കഴിഞ്ഞിട്ടാലേ ഇത്തരത്തിലുള്ള ഓപ്ഷൻ എക്സസൈസ് ചെയ്യാൻ കഴിയും. ദീസ് ആർ ദ 7 categories of debentures. ഓക്കെ, അപ്പോൾ വീട്ടിൽ നിന്ന് വായിക്കുക, നോട്ട് തയ്യാറാക്കുക, എസ് എഴുതാൻ പറയുമ്പോൾ എസ് എഴുതി തരിക, നല്ലതുപോലെ വായിക്കുക. സ്റ്റേ സേഫ് ഹോം. ഓക്കെ, നല്ല സുരക്ഷിതമായിട്ട് വീട്ടിലിരിക്കുക, നല്ലതുപോലെ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ യുവർ പേഷ്യൻ്റ് ലിസണിങ്. താങ്ക് യു ഓൾ.